ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ പ്രഖ്യാപിച്ചത്. ഇതോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമായി വടകരയും മാറുകയാണ്. ഇരു പാർട്ടികളുടെയും ശക്തരായ പി ജയരാജനും കെ മുരളീധരനും ഏറ്റുമുട്ടുന്നതോടെ മത്സരം തീപാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ വടകരയിൽ ജയിച്ച മുരളീധരൻ എം പി ആയാൽ കോൺഗ്രസ് നേരിടുന്നത് മറ്റൊരു വലിയ വെല്ലുവിളിയായിരിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, 9 MLA-മാർ മത്സര രംഗത്തുണ്ടെങ്കിലും മുരളീധരൻ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹം ജയിച്ച വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ സ്വഭാവം കാരണം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാലിനൊപ്പം നിന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ TN സീമയെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി കുമ്മനം രാജശേഖരൻ 43,700 വോട്ടുകളുമായി രണ്ടാമതെത്തിയ മണ്ഡലം എന്ന പ്രത്യേകതയും വട്ടിയൂർക്കാവിനുണ്ട്. അന്ന് കുമ്മനത്തെ പരാജയപ്പെടുത്താൻ CPM വോട്ടുകൾ കെ മുരളീധരന്റെ പെട്ടിയിൽ വീണെന്നും സംസാരമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ മുരളീധരൻ വടകരയിൽ ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ഉപതെരഞ്ഞെടുപ്പിൽ ശക്തരായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ കോൺഗ്രസ് വിയർത്തേക്കും. അതേസമയം LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും BJP ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി ഗോതയിൽ ഇറങ്ങിയിരുന്നു. കുറച്ചൊക്കെ അനിശ്ചിതത്വങ്ങളുണ്ടായെങ്കിലും ഇടത് സ്ഥാനാർത്ഥികളെ നേരിടാൻ UDF സ്ഥാനാർത്ഥികളും കളത്തിലിറങ്ങി. എന്നാൽ ഈ അവസാന നിമിഷവും ഒരൊറ്റ സ്ഥാനാർത്ഥിയെ പോലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ BJP ഇതുവരെ തയ്യാറായില്ല. എടുത്തുചാടി പ്രഖ്യാപിച്ച ഇടത് പട്ടികയും ഗ്രൂപ്പ് വീതം വെച്ച് നൽകിയ വലത് പട്ടികയും കൂട്ടാൻ തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഇത്രയും ചർച്ച വേണ്ടി വരുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ശബരിമല വിഷയം കേരളത്തിൽ വൻ കോളിളക്കമുണ്ടാക്കിയതോടെയാണ് പത്തനംതിട്ട BJP നേതാക്കളുടെ കണ്ണിലുടക്കിയത്. പാർട്ടിക്ക് തീരെ സാധ്യതയില്ലായിരുന്ന പത്തനംതിട്ട ഇത്തവണ തങ്ങളെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത്. എന്നാൽ പത്തനംതിട്ട സീറ്റിന് വേണ്ടി നേതാക്കളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുമ്മനം രാജശേഖരന് തിരുവനന്തപുരവും BDJS-ന് തൃശൂരും നൽകിയതോടെയാണ് BJP വിജയസാധ്യത കൽപ്പിക്കുന്ന പത്തനംതിട്ടയിൽ തർക്കമുണ്ടായി തുടങ്ങിയത്. തൃശൂർ സീറ്റിൽ മത്സരിക്കാമെന്ന് തുഷാർ വെള്ളാപ്പള്ളി സമ്മതം അറിയിച്ചതായി BJP നേതാക്കൾ പറഞ്ഞു. കണ്ണന്താനത്തെ കൊല്ലത്തും കോൺഗ്രസ് വിട്ടെത്തിയ ടോം വടക്കനെ എറണാകുളത്തുമാണ് പരിഗണിക്കുന്നത്. തൃശൂർ കൂടാതെ വയനാട്, ഇടുക്കി, മാവേലിക്കര, ആലത്തൂർ സീറ്റുകൾ BDJS-ന് നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കോട്ടയം കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിനാണ്. PC തോമസ് തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കും. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് എന്നിവർ പട്ടികയില്ല എന്നാണ് സൂചന. അതേസമയം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും അറിയിച്ചിരുന്നു. തന്റെ മണ്ഡലം പത്തനംതിട്ടയാണ്, അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ ഇവിടെയാണ് താല്പര്യം. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ സഭകളുമായും NSS-ഉമായും തനിക്ക് ബന്ധമില്ല എന്നും അൽഫോൺസ് കണ്ണന്താനം പറയുകയായിരുന്നു. പത്തനംതിട്ട ഇല്ല എങ്കിൽ കോട്ടയം തൃശ്ശൂരുമായിരുന്നു താല്പര്യം. കൊല്ലത്താരെയും പരിചയമില്ല, അതിലും ഭേദം തനിക്ക് മലപ്പുറം കിട്ടുന്നതാണെന്നും കണ്ണന്താനം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.